വിജിൽ കേസിൽ അന്വേഷണം വഴിമാറ്റാൻ പ്രതികൾ ശ്രമിക്കുന്നതായി വിജിലിന്റെ കുടുംബം ആരോപിക്കുന്നു. വിജിലിനെ കാണാതായത് മുതൽ ഇവർ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതികളുടെ മൊഴി വിശ്വസിക്കുന്നില്ല. ഒളിവിൽ പോയ രണ്ടാം പ്രതി രഞ്ജിത്തിനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും മകന് നീതി കിട്ടണമെന്നും വിജിലിന്റെ അച്ഛൻ വിജയൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കിട്ടിയാലും സമാനമുണ്ട്. ഇന്നലെ മഞ്ഞാന്ന് ഷൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ JCB കൊണ്ട് ഇത്ര നീളത്തിലും പിന്നെ താഴത്തിലും ആക്കിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ ഇതായിപ്പോയിരിക്കുന്നു. വിജിലിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പോയതല്ലേ, നാട് വിട്ടത് നല്ലത് ഞങ്ങൾക്കുള്ള ധാരണ. ഇത് പറഞ്ഞ ശേഷമല്ല ഇപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായത് ഞങ്ങൾ അറിയുന്നത്. അതുവരെ ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിരിക്കല്ലേ. ഈ പ്രതികൾ നേരത്തെ തന്നെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ കക്ഷികളാ ഈ ഒന്നാം പ്രതി മൂന്നാം പ്രതി ഇല്ല. അവരെ യാതൊരു വർത്തമാനം നമുക്ക് ഉണ്ടായില്ലല്ലോ. അതിലിവിടെ വന്ന് എന്താ ഏതാ ചോദിച്ചെങ്കിൽ നമ്മൾ ചോദിക്കുള്ളൂ. ഇതാവുന്നില്ല. ഞാൻ ചെന്നപ്പോൾ എന്താ പറയുന്നത്, 2 ദിവസം ചെന്നപ്പോൾ ഒക്കെ പിന്നെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞങ്ങൾക്കും ഇല്ല എന്ന് പറഞ്ഞു ഫോണ്. പിന്നെ അച്ഛാന്ന് വിളി തുടങ്ങി. അച്ഛാ അങ്ങനെയൊന്നും ഇല്ല, ഓൻ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, പിന്നെ കാണുമ്പോൾ മാത്രമേ ലോകിയുള്ളൂ, അല്ലാത്ത ആരെ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞാലാ. അത് പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ കാത്തു കാണിക്കുന്നിട്ട് വിട്ടെന്നാൽ ഞങ്ങൾ പോകല്ലേ, പിന്നെ കാണിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയ്യ. ഈ രഞ്ജിത്ത് ഇവരുടെ സുഹൃത്തായിരുന്നു ആണെന്ന് തോന്നുന്നു. അല്ലാതെ ഏട്ടനും ഓനും വലിയ പരിചയമില്ല, ഞാൻ കണ്ടൊക്കെ അതും അറിയില്ല. പിന്നെയാണ് ഇങ്ങനെ രഞ്ജിത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. ഇവർ പറഞ്ഞിട്ടാ, കുട്ടികൾ രണ്ടാളില്ലേ, അവർ പറഞ്ഞാൽ രഞ്ജിത്തും ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അവൻ്റെ പേര് അറിയുന്നത്. രഞ്ജിത്തിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഞാൻ വിളിച്ചിന്, ഒരു ആളുടെ നമ്പർ തന്നിന് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് മറ്റേതിലൊക്കെ പോയപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് 2 മിനിറ്റിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് അന്വേഷിക്കുന്നുണ്ട്, അത് ഏകദേശം ആയ മാതിരി അതൊക്കെ പറയുന്നുണ്ട്. മകന് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ. എനിക്ക് നീതി കിട്ടാനുള്ള പ്രതീക്ഷയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല.